വർഷം 1965. കൃത്യമായി പറഞ്ഞാൽ 1965 മെയ് 18. ദമാസ്കസിലെ മാർജെ സ്ക്വയറാണ് സ്ഥലം. പ്രസിദ്ധനായ ഒരു ഇസ്രായേലി ചാരൻ്റെ വധശിക്ഷ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നടക്കാൻ പോവുകയാണ്. ഈ പരസ്യ വധശിക്ഷ കാണാനായി ആ സ്ഥലത്ത് ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നു. അധികം വൈകാതെ തന്നെ നന്നേ ക്ഷീണിതനായിരുന്ന ആ ഇസ്രായേലി ചാരൻ കഴുമരത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ നിമിഷങ്ങളായിരുന്നു അവ. കാരണം ഒരു വ്യക്തി തൻ്റെ സമ്മതത്തോടെയല്ലാതെ താൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പിടഞ്ഞു മരിക്കും എന്ന് മനസ്സിലാക്കുന്ന ആ അവസ്ഥ തന്നെയാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭീതിജനകമായ, അല്ലെങ്കിൽ സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിക്കുന്ന ആ സമയം. എന്താണെങ്കിലും അന്ന് ആ കഴുമരത്തിലേക്ക് ആനയിക്കപ്പെട്ട ആ ഇസ്രായേലി ചാരൻ്റെ പേര് എലിയാഹു ബെൻഷാൽ കോഹൻ എന്നതായിരുന്നു. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രസിദ്ധനായ ചാരനായിരുന്ന ഏലി കോഹൻ്റെ ജീവിതകഥയാണ്. അപ്പോൾ നമുക്ക് കഥ തുടരാം. ഈ കഥ തുടങ്ങുന്നത് 1924 1924 ഡിസംബർ 16 ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ഷാഹുൽ കോഹൻ്റെയും സോഫി കോഹൻ്റെയും കന്നി സന്താനമായിട്ടാണ് എലി കോഹൻ ജനിക്കുന്നത്. ചെറുപ്പം മുതലേ തന്നെ യഹൂദ മതത്തോട് അഗാധമായ പ്രതിബദ്ധത പുലർത്തിയിരുന്ന കോഹന് ഒരു റബ്ബി ആകാനായിരുന്നു ആഗ്രഹം. പിന്നീട് കോഹൻ തൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിനായി കെയ്റോ സർവകലാശാലയിൽ എത്തിച്ചേരുകയാണ്. ഈ കാലത്ത് തന്നെ കോഹൻ സയനിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനാവുകയും ഇസ്രായേലിൻ്റെ ഹഗാന എന്ന രഹസ്യ പോലീസ് സംഘത്തിൻ്റെ ഭാഗമാകുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം ഈജിപ്തിൽ ഇസ്രായേലിനു വേണ്ടി ചാരപ്രവർത്തനവും തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ ഇസ്രായേലിൻ്റെ ഈജിപ്തിലെ രഹസ്യ ഓപ്പറേഷനായ ലാവോൺ അഫയറും ഉൾപ്പെടുന്നു. എന്നാൽ 1954 എലി കോഹനെയും സംഘത്തെയും ഈജിപ്ഷ്യൻ ഇൻ്റലിജൻസ് പിടികൂടുകയും കൃത്യമായ തെളിവില്ലാത്തതിനാൽ കോഹനെ വെറുതെ വിടുകയും ചെയ്യുകയാണ്. പിന്നീട് 1956 ഇസ്രായേലും ഈജിപ്തും തമ്മിലുണ്ടായ സൂയസ് പ്രതിസന്ധി കോഹൻ അടക്കമുള്ള സയനിസ്റ്റ് ആഭിമുഖ്യമുള്ള പലർക്കും ഈജിപ്തിൽ നിൽക്കക്കളി ഇല്ലാതാക്കി തീർക്കുകയാണ്. ഇതേ തുടർന്ന് അദ്ദേഹം ഇസ്രായേലിൽ എത്തിച്ചേരുകയാണ്. ഇസ്രായേലിലെത്തിയ കോഹൻ ഇസ്രായേലി എയർഫോഴ്സിൽ ലോജിസ്റ്റിക് ക്ലർക്കായി തൻ്റെ കരിയർ ആരംഭിക്കുകയാണ്. എന്നാൽ ഇസ്രായേലി ഇൻ്റലിജൻസ് വിഭാഗമായ മൊസാദിൽ കയറി പറ്റുക എന്നതായിരുന്നു കോഹൻ്റെ ലക്ഷ്യം. ഇതിനായി അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മൊസാദിലേക്കുള്ള അപേക്ഷകളെല്ലാം പല കാരണങ്ങളാലും നിരസിക്കപ്പെടുകയാണ്. ഇത് കോഹനെ വലിയ രീതിയിൽ നിരാശനാക്കുന്നുമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം 1959 ഓഗസ്റ്റിൽ എലി കോഹൻ വിവാഹിതനാവുകയാണ്. മുൻ മിലിറ്ററി നഴ്സായിരുന്ന നാദിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വധു. അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ആ സമയത്ത് തന്നെ ഇസ്രായേലും സിറിയയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളും തർക്കങ്ങളുമൊക്കെ രൂക്ഷമാകുകയാണ്. ഇതോടെ ഇസ്രായേലിൽ നിന്ന് ഒരു ചാരനെ സിറിയയിലേക്ക് അയച്ച് സിറിയയെ തങ്ങളുടെ ചാരവലയത്തിൽ കൊണ്ടുവരുവാൻ ഇസ്രായേൽ പദ്ധതിയിടുകയാണ്. അങ്ങനെ ഇസ്രായേൽ സിറിയയിലേക്ക് അയക്കാനുള്ള തങ്ങളുടെ ചാരനെ കണ്ടെത്തുകയാണ്. അത് കുടുംബപേരുകൾ സിറിയയിലുള്ളതും അറബി ഉൾപ്പെടെ മറ്റു പല ഭാഷകളും അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതുമായ എലി കോഹൻ തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ കോഹൻ തൻ്റെ വിവാഹശേഷം നാദിയോടൊപ്പമുള്ള ജീവിതം ആസ്വദിച്ചു തുടങ്ങിയ സമയമായിരുന്നു ഇത്. ഈ ദമ്പതികൾക്ക് 3 മക്കളും ഉണ്ടായിരുന്നു. മൊസാദിനു വേണ്ടി ചാരപ്രവർത്തനത്തിനായി തൻ്റെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് കോഹന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരുന്നില്ല. എങ്കിലും തനിക്ക് നിലവിൽ മറ്റൊരു ജോലി ഇല്ലാത്തതും ഇസ്രായേലിനോടുള്ള അദ്ദേഹത്തിൻ്റെ കൂറും ഈ ചാരപ്രവർത്തനത്തിന് സമ്മതം മൂളാൻ അദ്ദേഹത്തെ
നിർബന്ധിതനാക്കുകയാണ്. തുടർന്ന് മാസങ്ങൾ നീണ്ട പരിശീലനങ്ങൾക്ക് ശേഷം മൊസാദ് കോഹനെ അർജന്റീനിയൻ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലേക്ക് അയക്കുകയാണ്. പക്ഷേ കോഹനെ ബ്യൂണസ് ഐറിസിലേക്ക് അയച്ചത് കോഹൻ ആയിട്ടായിരുന്നില്ല, മറിച്ച് മൊസാദ് കോഹന് നൽകിയ ഐഡൻറ്റിറ്റി കാർഡിൽ ഉണ്ടായിരുന്ന പേര് കമൽ അമീൻ താബത്ത് എന്നതായിരുന്നു. കമലായി അർജന്റീനയിലെത്തി അവിടെ ഉണ്ടായിരുന്ന പ്രബല സിറിയൻ പ്രവാസി സമൂഹത്തിൻ്റെ വിശ്വാസം ആർജിക്കലായിരുന്നു കോഹൻ്റെ പ്രധാന ലക്ഷ്യം. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിലൂടെ അർജന്റീനയിൽ നിന്ന് സിറിയയിലേക്ക് തനിക്ക് എത്തിപ്പെടാനുള്ള പാലം ഉണ്ടാക്കാനും കോഹന് സാധിക്കും. കോഹൻ അവിടെ എത്തിയത് വസ്ത്രങ്ങളുടെയും ഫർണിച്ചറുകളുടെയും കയറ്റുമതി ഇറക്കുമതി നടത്തുന്ന ഒരു ബിസിനസ്സുകാരനായാണ്. അങ്ങനെ അർജന്റീനയിലെ ഉന്നത സിറിയൻ പ്രവാസികളുമായും സിറിയൻ എംബസിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും വളരെ നല്ല ഒരു സൗഹൃദം സ്ഥാപിക്കാൻ കോഹന് സാധിച്ചു. പലപ്പോഴും തൻ്റെ ആഡംബര വില്ലയിൽ സിറിയൻ എംബസിയിലെ ഉദ്യോഗസ്ഥർക്ക് പാർട്ടിയും കോഹൻ ഒരുക്കിയിരുന്നു. ഇതോടൊപ്പം തനിക്ക് സിറിയയിൽ ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹവും അദ്ദേഹം അവരെ അറിയിച്ചു. വൈകാതെ കോഹൻ സിറിയൻ എംബസിയിലെ നിത്യസന്ദർശകനായി മാറി. എംബസിയിലെ സൈനിക ഉദ്യോഗസ്ഥരിൽ രാജ്യകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വരെ കഴിവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്ന അമീൻ അൽ ഹഫീസ് ആയിരുന്നു കോഹൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സൗഹൃദങ്ങളിലൂടെയൊക്കെ 1962 എലി കോഹൻ സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ എത്തിച്ചേരുകയാണ്. ദമാസ്കസിലെത്തിയ ഇദ്ദേഹം സിറിയയുടെ സൈനിക ആസ്ഥാനത്തിന് തൊട്ടടുത്തായി ഒരു വലിയ വില്ലയിൽ താമസം ആരംഭിച്ചു. തൻ്റെ ഈ വില്ലയിലും കോഹൻ സിറിയൻ സൈനികർക്കായി വലിയ പാർട്ടികൾ നടത്തുകയും സൈനികരിൽ നിന്ന് സൈന്യത്തിൻ്റെ പല രഹസ്യങ്ങളും തന്ത്രപരമായി ചോർത്തിയെടുത്ത് ഇസ്രായേലിന് കൈമാറുകയും ചെയ്തു. അങ്ങനെയിരിക്കെ 1963 സിറിയയിൽ ഒരു സൈനിക അട്ടിമറി ഉണ്ടാവുകയും മുൻപ് പറഞ്ഞ കോഹൻ്റെ ഉറ്റ സുഹൃത്തായ അമീൻ അൽ ഹഫീസ് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി അധികാരത്തിൽ വരികയും ചെയ്യുകയാണ്. ഇതായിരുന്നു ആ സമയത്ത് കോഹന് വീണ് കിട്ടിയ ഏറ്റവും വലിയ അവസരം. പ്രസിഡന്റ് ഉറ്റ സുഹൃത്തായതിനാൽ പ്രസിഡന്റിൻ്റെ വസതിയിൽ യഥേഷ്ടം കയറിയിറങ്ങാനും രാജ്യത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും കോഹന് സാധിച്ചു. പലപ്പോഴും രാജ്യത്തിൻ്റെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും കോഹൻ്റെ അഭിപ്രായം വരെ പ്രസിഡന്റ് തേടിയിരുന്നു. പ്രസിഡന്റിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട പല സംശയങ്ങൾക്കും മൊസാദുമായി കൂടിയാലോചിച്ച് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശംസ പിടിച്ചു പറ്റുന്ന രീതിയിൽ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാൻ കോഹന് സാധിച്ചിരുന്നു. കാര്യങ്ങൾ കൃത്യമായി ഒപ്പിയെടുക്കാനും മറ്റുള്ളവരുടെ ഇഷ്ടം സമ്പാദിക്കാനുമുള്ള കോഹൻ്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. തൻ്റെ ചാരപ്രവൃത്തിയിലൂടെ സിറിയയുടെ രഹസ്യവും തന്ത്രപ്രധാനവുമായ പല നീക്കങ്ങളും മൊസാദിലേക്ക് എത്തിക്കാൻ കോഹന് സാധിച്ചു. ഉദാഹരണത്തിന്, ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന ജലസ്രോതസ്സായിരുന്നു ജോർദാൻ നദി. സിറിയയിൽ നിന്നും ഇസ്രായേലിലേക്ക് ഒഴുകുന്ന ജോർദാൻ നദിയുടെ ഒഴുക്ക് തിരിച്ചുവിടാനുള്ള സിറിയയുടെ പദ്ധതി ഇസ്രായേൽ തകർത്തത് കോഹൻ നൽകിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. രാജ്യത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാമായിരുന്ന ഈ പദ്ധതി ചോർന്നപ്പോൾ തങ്ങൾക്കിടയിൽ ഒരു ചാരൻ ഉണ്ടോ എന്ന സംശയം സിറിയയെ അലട്ടിത്തുടങ്ങിയിരുന്നു. സിറിയൻ സൈന്യത്തിൻ്റെ അധികം ആർക്കും പ്രവേശനമില്ലാതിരുന്ന തന്ത്രപ്രധാന നിരീക്ഷണ സ്ഥലമായിരുന്ന ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ പിടിച്ചെടുത്തതും കോഹൻ്റെ സഹായത്തോടെയാണെന്ന് പറയപ്പെടുന്നു. ഇസ്രായേലിനെതിരെയുള്ള തങ്ങളുടെ രഹസ്യ നീക്കങ്ങൾ എങ്ങുമെത്താതെ പൊളിയുന്നത് തങ്ങൾക്കിടയിൽ ഒരു ചാരനുണ്ട് എന്നത് ഉറപ്പിക്കാൻ സിറിയയെ സഹായിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചാരനെ കണ്ടെത്താനായി സോവിയറ്റ് യൂണിയൻ്റെ സഹായവും സിറിയ തേടി. എന്നാൽ ഇക്കാര്യം കോഹൻ അറിഞ്ഞിരുന്നില്ല. സിറിയയിൽ ചാരവൃത്തി നടത്തുന്ന ഈ സമയത്തും പലപ്പോഴും കോഹൻ തൻ്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. ഈ അവസരങ്ങളിലൊക്കെ അദ്ദേഹം വലിയ മാനസിക സമ്മർദ്ദത്തിലുമായിരുന്നു. പലപ്പോഴും താൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. അവസാനമായി കുടുംബത്തെ
തൻ്റെ അവസാന മിഷൻ ആയിരിക്കുമെന്നും ദമാസ്കസിൽ പോയി ഈ മിഷൻ പൂർത്തിയാക്കി താൻ എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വന്ന് കുടുംബത്തോടൊപ്പം ശിഷ്ടകാലം ചിലവഴിക്കുമെന്നും അദ്ദേഹം ഭാര്യ നാദിയയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. ഇതിനുശേഷം ദമാസ്കസിൽ തിരിച്ചെത്തിയ എലി കോഹൻ തൻ്റെ പതിവ് രീതിയായ ചാരപ്രവർത്തനം റേഡിയോ സന്ദേശങ്ങളിലൂടെ ഇസ്രായേലിനെ അറിയിക്കുന്നത് തുടരുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് തന്നെ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ റേഡിയോ സന്ദേശങ്ങളിലൂടെയാണ് ചാരപ്രവർത്തനം നടക്കുന്നത് എന്ന് സിറിയൻ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ സിറിയയുടെ ആർമി ക്യാമ്പുകളിൽ നിന്നും റേഡിയോ സന്ദേശങ്ങൾ സാധാരണയായി കൈമാറ്റപ്പെടുന്നതിനാൽ എലി കോഹൻ്റെ ചാര റേഡിയോ സന്ദേശങ്ങൾ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. കാരണം എലി കോഹനും റേഡിയോ സന്ദേശങ്ങൾ മൊസാദിന് അയച്ചിരുന്നത് സിറിയൻ സൈനിക ക്യാമ്പുകൾക്കടുത്തുള്ള തൻ്റെ വില്ലയിൽ നിന്ന് തന്നെയായിരുന്നു. എന്നാൽ ചാരനെ കണ്ടുപിടിക്കാൻ ഏതറ്റം വരെ പോകാനും സിറിയ ഒരുക്കമായിരുന്നു. അങ്ങനെ ഒടുവിൽ സോവിയറ്റ് യൂണിയൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമായ KGBയുടെ ഉപദേശപ്രകാരം 48 മണിക്കൂർ നേരത്തേക്ക് സിറിയൻ സൈന്യത്തിൻ്റെ എല്ലാ റേഡിയോ സന്ദേശങ്ങളും നിർത്തിവെക്കുകയാണ്. ഇതൊന്നും അറിയാതെ പതിവ് പോലെ റേഡിയോ സന്ദേശങ്ങൾ അയച്ച കോഹനെ 1965 ജനുവരി 24-ന് KGBയുടെ ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് സിറിയൻ സൈന്യം അദ്ദേഹത്തിൻ്റെ വില്ലയിൽ വെച്ച് തന്നെ പിടികൂടുകയാണ്. പിന്നീട് അങ്ങോട്ട് ക്രൂര പീഡനങ്ങൾ നേരിട്ട കോഹനെ സിറിയൻ സൈനിക കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി പരസ്യ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. വിധിക്ക് ശേഷം കോഹൻ്റെ വധശിക്ഷ ഒഴിവാക്കാൻ ഇസ്രായേലും മറ്റു പല രാജ്യങ്ങളും കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും സിറിയ കോഹന് വധശിക്ഷ നൽകുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു. 1965 മെയ് 15-ന് അദ്ദേഹം തൻ്റെ അന്ത്യാഭിലാഷം എന്ന നിലയിൽ തൻ്റെ ഭാര്യയ്ക്ക് ഹൃദയസ്പർശിയായ ഒരു കത്തെഴുതുകയുണ്ടായി. ആ കത്തിൽ തൻ്റെ ഭാര്യയോട് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ മുന്നോട്ട് നീങ്ങാനും പുതിയ ഒരു പങ്കാളിയെ കണ്ടെത്താനും കുട്ടികളെ നന്നായി നോക്കാനും അമ്മയോട് അന്വേഷണം പറയാനുമൊക്കെ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള ക്ഷമാപണവും ആ കത്തിൽ കാണാം. അങ്ങനെ 1965 മെയ് 18-ന് കോഹനെ പരസ്യമായി തൂക്കിലേറ്റി. വധശിക്ഷയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനായി ഇസ്രായേൽ അഭ്യർത്ഥിച്ചെങ്കിലും ആ മൃതദേഹം വിട്ടു നൽകാൻ സിറിയൻ ഗവൺമെൻറ് തയ്യാറായില്ല. എങ്കിലും മരിക്കുന്നതുവരെ എലി കോഹൻ ഉപയോഗിച്ചിരുന്ന വാച്ച് ഇസ്രായേൽ ലേലത്തിൽ സ്വന്തമാക്കി എലി കോഹൻ്റെ ഭാര്യ നാദിയയ്ക്ക് നൽകുന്നുണ്ട്. ഭാര്യ നാദിയ ആകട്ടെ എലി കോഹൻ്റെ വിധവയായി ഇന്നും ജീവിക്കുന്നു. തൻ്റെ ജീവൻ തന്നെ രാജ്യത്തിനായി സമർപ്പിച്ച എലി കോഹൻ ഇന്നും ഇസ്രായേലിൻ്റെ ഒരു ഹീറോയാണ്. പിടിക്കപ്പെട്ടതിന് ശേഷം സിറിയൻ പട്ടാളത്തിൽ നിന്ന് ക്രൂര പീഡനങ്ങൾ നേരിട്ടപ്പോഴും സ്വന്തം രാജ്യത്തിൻ്റെ ഒരു രഹസ്യവും വെളിപ്പെടുത്താതെ രക്തസാക്ഷിത്വം വരിച്ച എലി കോഹൻ്റെ നാമം പേറുന്ന നിരവധി കെട്ടിടങ്ങളും സ്ഥലങ്ങളും ഇന്ന് ഇസ്രായേലിലുണ്ട്. എന്തിന് ഇസ്രായേലിലെ മനുഷ്യർ തങ്ങൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് പോലും എലി കോഹൻ്റെ പേരിടാറുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രത്താളുകളിൽ എലി കോഹൻ ഇന്നും ജീവിക്കുന്ന ഒരു സൂപ്പർ ഹീറോയാണ്.